എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ റിപ്പോർട്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതിന്റെ റെലവൻസ് എന്തോരമുണ്ട്, എത്രമാത്രമുണ്ട്, അതിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഡാറ്റയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഈ മോട്ടിവേഷനേക്കാളും ഒക്കെ അപ്പുറം ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഡാറ്റയുടെ പിൻബലത്തിലായിരിക്കണം. പ്രത്യേകിച്ച് ഒരു റിസർച്ച് സ്കോളർ എന്നുള്ള നിലയിലും ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ട് എന്നുള്ള നിലയിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലകളിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയിലും നമ്മൾ ഊതി വീർപ്പിച്ച ഊതി എന്താ പറയാ വെറുതെ അനാവശ്യമായിട്ട് വലുതായി കാണിക്കുന്ന ഒരു ഹൈപ്പിന്റെ ബേസിസിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ ഒരു മേഖലയെ സമീപിക്കുകയും ഇപ്പോഴത്തെ ഡാറ്റ എന്താണെന്നും അതിന്റെ ഫ്യൂച്ചർ എന്താണെന്നും അതിൽ നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണോ, നമ്മൾ ശരിയായ രീതിയിലാണോ നമ്മുടെ സമയം വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ ആ റിപ്പോർട്ട് നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം വിനിയോഗിക്കുകയാണ്. എത്ര നേരം ഇത് എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും എത്ര കുറച്ച് നേരം എടുത്താലും കൂടുതൽ നേരം എടുത്താലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള വിചാരത്തിലാണ് ഞാനിത് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു റെക്കോർഡഡ് വെർഷനാണ്. അത് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാനും വളരെ പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് IDSA, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ സീരിയസ് ആയിട്ട് ഈ ഒരു WFDSAയുടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ലോകവ്യാപകമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ എത്തിക്കലായിട്ടുള്ള കമ്പനികൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗവേണൻസും എത്തിക്കൽ ഗവേണൻസും പ്രൊഫഷണൽ ആയിട്ടുള്ള മാനേജ്മെന്റും ഒക്കെ ഉള്ള കമ്പനികൾ 100% സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ട് എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് ഒരാളെ പോലും ഒരു തൂവൽ കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത രീതിയിൽ കറക്റ്റ് പ്രൈസ് പോയിന്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇൻ കേസ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ 100% പണം തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സുതാര്യതയും നമ്മുടെ എത്തിക്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളുടെ ലോകവ്യാപകമായിട്ടുള്ള അത്തരം ലോകോത്തര കമ്പനികളുടെ അടിസ്ഥാനത്തിൽ, ആ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളാണ് IDSA. IDSA എന്ന് പറയുന്നത് ഇന്ന് ഗവൺമെന്റുമായിട്ട് നിരന്തരമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ഈ മേഖലയ്ക്ക് അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഏജൻസികളുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് IDSA എന്ന് പറയുന്നത്. വളരെ കുറച്ച് കമ്പനികളെ, ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിലും വളരെ കുറച്ച് വിരലെണ്ണാവുന്ന കമ്പനികൾ മാത്രമേ IDSAയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതിലൊരു മെമ്പർ എന്നുള്ള നിലയിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതില് ആദ്യമായിട്ട് പറയേണ്ടത്, ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഹൈലൈറ്റ്സ് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഹൈലൈറ്റ്സ് ഒന്ന് പറയുകയാണ്. അപ്പൊ ഇത്തവണത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2024-25 ഇന്നിപ്പോ 2026 ജൂണിലാണ് ഞാനിപ്പോ ഈ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. 2026 ജൂൺ 19 പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് 2024-25 കാലഘട്ടത്തിലെ ഡാറ്റയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ വ്യവസായം ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതൊരു കമ്പനിയെ കുറിച്ചുള്ള ഒരു IMC എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു
ചർച്ചയല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വ്യവസായത്തിന്റെ ഭാവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, കൺസ്യൂമറിന്റെ ബിഹേവിയർ, നമ്മുടെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൺസ്യൂമറിന്റെ ബിഹേവിയർ എന്താണ്, ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഗ്രോത്ത് ഡ്രൈവേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിജയിക്കാൻ കഠിനാധ്വാനം മാത്രം പോരാ, ശരിയായ ഇൻഡസ്ട്രിയിലായിരിക്കണം, ശരിയായ സമയത്തായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡസ്ട്രിയുടെ സൈസ് എത്രയാണ്? നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം ഇൻഡസ്ട്രിയുടെ സൈസ് 23,021 കോടിയാണ്. 23,021 കോടിയാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയുടെ സൈസ്. എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? 93.2 ലക്ഷം ആളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഇതുകൊണ്ട് ജീവിക്കുന്ന 93.2 ലക്ഷം ആളുകളുണ്ട്. 141 കോടി ജനങ്ങളുള്ള ഇന്ത്യയില് ഏതാണ്ട് 93.2 ലക്ഷം, ഏതാണ്ട് 1 കോടിയോളം ആളുകൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെയാണ് ജീവിക്കുന്നത്. ഇതിന്റെ CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിനെയാണ് CAGR എന്ന് പറയുന്നത്. CAGR ഇതിന്റെ 6.5% ആണ്. 6.5% എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വർഷം 100 ആണെങ്കിൽ അടുത്ത വർഷം 106.5, അതിന്റെ വർഷം ആ 106ന്റെ 6.5 അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2020 വെറും 16,800 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി ഇൻഡസ്ട്രി ഇന്ന് 2025 ഡാറ്റ നമുക്കുള്ളൂ. 2026 കഴിഞ്ഞിട്ടില്ല. 2026 ജൂണിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 23,021 കോടി ആയി എന്ന് പറഞ്ഞാൽ 37% ഗ്രോത്ത് 2020 ശേഷം 37% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 16 നിന്ന് 23,021 കോടിയിലേക്ക് നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്. 6.5% CAGR ആണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ഇൻഡസ്ട്രിയേക്കാൾ നമ്മൾ വളരെ മുമ്പിലാണ്, നമ്മൾ വളരെ ഇമ്പാക്ട് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കോമേഴ്സ് മോഡലായിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് മോഡലായിട്ടുണ്ട്, ഒരു ഓൺടർപ്രണർഷിപ്പ് മോഡലായിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അതായത് ഒരു കോമേഴ്സ് മോഡലിലായിട്ടും എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലും ആൾക്കാർ കാണുന്നുണ്ട്, അതിനെ സംരംഭത്വം എന്നുള്ള രീതിയിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വാങ്ങുന്നത് വെറും പരസ്യങ്ങൾ കൊണ്ടല്ല, പക്ഷെ ട്രസ്റ്റ് കൊണ്ടും റെക്കമെൻഡേഷൻ കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും. അതായത് നമ്മൾ ഒരാളിലുള്ള വിശ്വാസം അയാൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ ഗുണം ചെയ്തു, അതുകൊണ്ടൊക്കെയാണ് ആളുകൾ വാങ്ങുന്നത്. വെറും പരസ്യം കൊണ്ട് ആളുകൾ വാങ്ങുന്ന കാലമല്ല ഇപ്പോൾ. അതുപോലെ തന്നെ ഡ്യുവൽ ഇമ്പാക്ട് മോഡലാണ്. കൺസ്യൂമറിന് ഒരു പ്രൊഡക്റ്റ് ഗൈഡൻസ് കിട്ടുന്നു, ഒരു വിൽക്കുന്ന ആളുകൾക്ക് ഒരു എന്റർപ്രനറിയൽ ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടുന്നു. അങ്ങനെ ഒരു ഡ്യുവൽ ഇമ്പാക്ട് മോഡലാണുള്ളത്, മനസ്സിലാക്കുക. അപ്പൊ ഒരു ഗൈഡൻസ് കിട്ടുന്നു, കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ കിട്ടുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു, വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു, കൂടെ ഒരാളുണ്ട് എന്നുള്ള നിലയിൽ കിട്ടും. അതേസമയം വിൽക്കുന്ന ആൾക്ക് ഒരു സംരംഭത്വം ലാഭമാകും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഇന്ത്യ വളരുകയാണ്. ലോകത്തെ ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് സ്പേസ് ആയിട്ട് ഇന്ത്യ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം നമുക്ക് 141 കോടി ജനങ്ങളുണ്ട്. ചൈന വലിയ പോപ്പുലേറ്റഡ് കൺട്രി ആണെങ്കിലും ഇത്തരം ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചൈനയേക്കാൾ കൂടുതൽ ഇന്ത്യയിലാണുള്ളതെന്ന് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഗ്രോയിങ് ആണ്, ഡയറക്ട് സെല്ലിംഗ് ഗ്രോയിങ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ്. വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്പർ 1 പൊസിഷനിൽ വെൽനസ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. നമ്പർ 2 പേഴ്സണൽ കെയർ ആണ്. നമ്പർ 3 ഹോം കെയർ ആണ്. നമ്പർ 4 ആണ് ഫുഡ് ആൻഡ് ബിവറേജ്. അപ്പൊ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വിൽപ്പനകൾ സംഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയുടെ 60% വെൽനസ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിജയം വരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വെൽനസ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സംഗതി. അപ്പൊ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ രാജാവ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ വെൽനസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് വെൽനസ് വരുന്നത്? ഒന്ന്, ആളുകൾക്ക് അത് ആവശ്യമുണ്ട്, ആളുകൾക്ക് ആ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആഗ്രഹമുണ്ട്.
അവർക്ക് കൂടുതൽ കാലം ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, കൂടുതൽ അവർക്ക് ഊർജ്ജസ്വലത വേണമെന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യം സംരക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രിവെന്റീവായിട്ട് ഒരു അസുഖം വരുന്നതിന് മുമ്പ് അസുഖം വരാതിരിക്കാനുള്ള നോക്കലാണ്. രോഗം വന്ന ശേഷമുള്ള ചികിത്സയല്ല, പക്ഷെ രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ ആണെന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കി വരുന്ന ഒരു തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കോവിഡിന് ശേഷം കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ്നെസ് വന്നു, കൂടുതൽ സപ്ലിമെന്റ്സിന്റെ യൂസേജ് വന്നു, കൂടുതൽ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് കൂടുതൽ പ്രാധാന്യം വന്നു. അപ്പൊ കൺസ്യൂമറിന്റെ ഒരു രീതി മാറി, കൺസ്യൂമറിന്റെ ചിന്തകളുടെ രീതി കോവിഡ് ഒരു അടിമുടി മാറ്റി. അപ്പൊ പേഴ്സണൽ കെയർ ഒക്കെ ഒരു വ്യവസായത്തിന്റെ ഒരു 26% മാത്രമായിട്ട് കുറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെൽനസ് കഴിഞ്ഞാൽ ഏറ്റവും വിഭാഗം പേഴ്സണൽ കെയർ ആണ്. അപ്പൊ വെൽനസ് 60%, പേഴ്സണൽ കെയർ 26%. അപ്പൊ സൗന്ദര്യം, പേഴ്സണൽ കെയർ എന്ന് പറയുമ്പോൾ സൗന്ദര്യവും നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യുന്നു, നമ്മുടെ കംഫർട്ടും കൺവീനിയൻസും ഒക്കെ നോക്കുന്ന സാധനമാണ്. അപ്പൊ 60% വെൽനസ്, 26% പേഴ്സണൽ കെയറും കൂടി 86% വെൽനസും പേഴ്സണൽ കെയറും മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇതല്ലാതെ വേറെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വ്യവസായത്തിൽ ക്ലിക്ക് ആവില്ല എന്നർത്ഥം. ഇൻഡസ്ട്രിയിലെ 86% ബിസിനസ് ഈ രണ്ട് മേഖലയിൽ നിന്നാണ്. ഏത് കമ്പനിയുടെ നോക്കിയാലും. ഞാൻ വ്യവസായത്തെ കുറിച്ചാണ് പറയണേ, കമ്പനിയെ കുറിച്ചല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ കൺസ്യൂമേഴ്സ് എല്ലാ മാസവും റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ വെൽനസും പേഴ്സണൽ കെയറുമാണ്. അപ്പൊ റിപ്പീറ്റ് പർച്ചേസ് ബിസിനസ് ആണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ അതിന് മന്ത്ലി കൺസംഷൻ വേണം, മന്ത്ലി റീ ഓർഡർ വേണം, മന്ത്ലി ഇൻകം ഉണ്ടാവണം. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ രണ്ട് ഏതൊക്കെയാണ്? വെൽനസ് ആൻഡ് പേഴ്സണൽ കെയർ. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് തന്നെ റെക്കറിംഗ് കൺസംഷൻ ആണ്. സ്ഥിരമായി വാങ്ങുന്ന ഉണ്ടാവണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, IMCയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആ പൊസിഷൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ആയുർവേദത്തിലാണ്, വെൽനസിലാണ്, പേഴ്സണൽ കെയർ ഉണ്ട്, ഡെയിലി കൺസംഷൻ. ഇന്ത്യൻ പാരമ്പര്യം, ആയുർവേദത്തിന്റെ 5000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഒരു പാരമ്പര്യമൊക്കെ നമ്മളെ ശരിക്ക് ഗുണം ചെയ്യും. കേരളം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ ക്രാഡിലായിട്ടാണ്, കളിത്തൊട്ടിലായിട്ടാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാവട്ടെ, മറ്റു രാജ്യങ്ങളിൽ നിന്നാവട്ടെ, കേരളത്തിലേക്കാണ് ആളുകൾ വരുന്നത്. അപ്പൊ ഇൻഡസ്ട്രി ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇൻഡസ്ട്രി മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. വെൽനസ് ആണ് പൊസിഷൻഡ് ആയിട്ടുള്ളത്. ഇൻഡസ്ട്രി ഏത് ദിശയിലേക്കാണ് പോകുന്നത്, IMC അതേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അതാണ്, അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താ? റൈറ്റ് ഇൻഡസ്ട്രി, റൈറ്റ് കാറ്റഗറി, റൈറ്റ് ടൈമിംഗ്, മാസീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇൻഡസ്ട്രി വളരുന്നു, വെൽനസ് വളരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി വളരുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങളിലാന്ന് ചോദിച്ചാൽ തമാശയാണ് കേട്ടോ. ഏറ്റവും ടോപ്പ് 5 സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോളൂ, മനസ്സിലാക്കിക്കോളൂ. ടോപ്പ് 5 സ്റ്റേറ്റുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് മഹാരാഷ്ട്ര, രണ്ടാമത് വെസ്റ്റ് ബംഗാൾ, മൂന്നാമത് കർണാടക, നാലാമത് ബീഹാർ. അങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഒന്നും നമ്മളെ 7 അയലക്കത്ത് നമ്മൾ എന്തില്ല, കേരളത്തിൽ ഇല്ല. അപ്പൊ വളരെ അത്രയും സ്പേസ് കേരളത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളം സാച്ചുറേറ്റഡ് അല്ല, കേരളം റെഡിയാണ്. സാച്ചുറേറ്റഡ് അല്ല, റെഡിയാണ്. ഓക്കെ. അപ്പൊ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഗ്രോത്ത് യൂണിഫോം ആയിട്ടല്ല. ചില സ്റ്റേറ്റുകളിൽ അത് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, ചില സ്ഥലങ്ങളിൽ കൂടുതൽ വളരുന്നു, ചിലത് വളരെ കുറവായിട്ട് പോകുന്നു. ഒരു സംസ്ഥാനം ഒരുപോലെയല്ല. ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിബ്യൂഷൻ വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ ലീഡിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, കർണാടക ആൻഡ് ബീഹാർ. ഈ 5 സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ളത്. ഇൻഡസ്ട്രിയെ നയിക്കുന്ന സംസ്ഥാനങ്ങൾ. ഇപ്പൊ ഇന്ത്യൻ ഇൻഡസ്ട്രി ആരെ നയിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു 5 സ്ഥലങ്ങളാണ്. അതിൽ സൗത്തിൽ നിന്ന് ആകെയുള്ള കർണാടക എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തുടങ്ങിയിട്ട് പോലില്ല. മഹാരാഷ്ട്ര നോർമലി എന്തുകൊണ്ട് നമ്പർ 1 ആയെന്ന് വെച്ചാൽ സ്ട്രോങ് അർബൻ ബേസ് ആണ്, ഹൈ പർച്ചേസിംഗ് പവർ ആണ്, എന്റർപ്രനർ കൾച്ചർ അവിടെയുണ്ട്. ബോംബെ, മഹാരാഷ്ട്ര എന്നൊക്കെ പറയുന്നത് വലിയ നഗരങ്ങളും വലിയ അവസരങ്ങളും ആണുള്ളത്. വെസ്റ്റ് ബംഗാളില് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് ആണ്, സ്ട്രോങ് കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ആണ്, റിലേഷൻഷിപ്പ് ഡ്രിവൺ കൾച്ചർ ആണ് വെസ്റ്റ് ബംഗാളിലുള്ളത്. ആ ബന്ധങ്ങൾ പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ബന്ധങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബന്ധു വന്നു വരും, ആ ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞത്. ഉത്തർപ്രദേശ് പോപ്പുലേഷൻ അഡ്വാൻറ്റേജ് ഉണ്ട്, മാസീവ് അൺടാപ്ഡ് ഡിമാൻഡ് ഉണ്ട്, ലാർജ് റൂറൽ ഓപ്പർച്യൂണിറ്റി ആണ്. ജനസംഖ്യ വലുതാവുമ്പോൾ സാധ്യത വലുതാവുമല്ലോ, സ്വാഭാവികമായിട്ട്. ഇന്ത്യയിലെ ജനസംഖ്യ വലുതാവുന്നതാണ്. അപ്പൊ UP ആണ് ഏറ്റവും വലിയ ജനസംഖ്യ, അപ്പൊ അതുകൊണ്ട് UP. കർണാടകയിൽ ഡിജിറ്റൽ അഡോപ്ഷനും അർബൻ എക്സ്പാൻഷനും യങ് വർക്ക് ഫോഴ്സും ഒക്കെ വളരെ കൂടുതലാണ്. ടെക്നോളജിയും എന്റർപ്രണർഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് വളർച്ചയുടെ ശക്തമായ ഒരു കൂട്ടുകെട്ട് കർണാടകയിൽ നമുക്കാണ്. ബീഹാറിലെ എന്റർപ്രണർ ആസ്പിറേഷനും എമർജിംഗ് മാർക്കറ്റും
ഫാസ്റ്റ് അഡോപ്ഷൻ ഒക്കെ നമുക്ക് കാണാം. വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ എപ്പോഴും ഡയറക്ട് സെല്ലിംഗിൽ വേഗത്തിൽ വളരും. അപ്പൊ 5ൽ പോലും ഇല്ല കേരളം എന്ന് ആലോചിക്കുക. അതൊരു പ്രശ്നമായിട്ടല്ല കണക്കാക്കണ്ടേ, അതൊരു അവസരമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അതൊരു അവസരമാണ്. കേരളം ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്. എന്താ കാരണം? ഹൈ ലിറ്ററസി ആണ്, ഹൈ ലിറ്ററസി. നമുക്കുള്ള ആരോഗ്യത്തില് നമ്മൾ സ്വിറ്റ്സർലൻഡ് ഒക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡ് ആയിട്ട് കമ്പയർ ചെയ്യാന്നാ പറയുന്നത്. ഇതിന് ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധമില്ല. പൊതുവെ കേരളത്തിലെ ഹൈ ലിറ്ററസി ഉണ്ട്, എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്. മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇതുള്ള പ്രാമുഖ്യമുള്ളത് കേരളത്തിലാണ്. വളരെ ഹെൽത്ത് അവയർനെസ് ഉണ്ട്, നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ്. സോപ്പ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കേരളത്തിലാണ്. ഡിജിറ്റൽ അഡോപ്ഷൻ ഉണ്ട്, അതായത് മൊബൈൽ ലിറ്ററസിയും വളരെ ഹൈ ആണ്. ഏത് ചെറിയ കടക്കാരൻ്റെ അടുത്ത് പോയാലും അവന് ഗൂഗിൾ പേ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഈവൻ അമേരിക്കയിൽ പോലും ഇത്രയും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇന്ത്യയിലുള്ള അത്രയും അമേരിക്കയിൽ ഇപ്പോഴും കാർഡ് വെച്ച് വരച്ചിട്ടുള്ള പരിപാടിയാണ്. നമ്മളാണ് ഇപ്പോഴും ഗൂഗിൾ പേ വെച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഗ്ലോബൽ എക്സ്പോഷർ നമുക്ക് കൂടുതലാണ്. കേരളം ഡയറക്ട് സെല്ലിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ഉള്ളവൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിന് ഒരു റിസർച്ചിന്റെ പിൻബലം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കും. ഞാനൊരു PhD ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡയറക്ട് സെല്ലിംഗിൽ. അപ്പൊ കേരളം ഏറ്റവും കൂടുതൽ ടോപ്പ് സ്റ്റേറ്റ് പെർഫോമിംഗ് ഒരു ടോപ്പ് പെർഫോമൻസ് സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ കേരളം റെഡിയാണ് ആക്ച്വലി. കാരണം എന്താ, ഇപ്പൊ മോണിറ്ററിംഗ് മെക്കാനിസം വന്നു, കാര്യങ്ങൾ വന്നു, വളരെ ലിറ്ററേറ്റ് ആണ്, ആളുകൾക്ക് ആ കാര്യങ്ങൾ അറിയാം, നല്ലത് ഏത് ചീത്ത ഏത് എന്നൊക്കെ ആളുകൾക്ക് അറിയാം. ചോദ്യം നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്, നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. അപ്പം മറ്റൊരു പ്രധാന ചോദ്യം, ഇൻഡസ്ട്രി വളരുന്ന സംസ്ഥാനങ്ങൾ വരുന്നു, ഈ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് ഇനി മുന്നോട്ട് ഈ ഇൻഡസ്ട്രിയെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്? ഒന്ന്, 93.2 ലക്ഷം ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട് ഈ മേഖലയിൽ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ 93.2 ലക്ഷം ആളുകൾ ഇന്നുണ്ട്. ചെറിയ കളിയല്ലാതെ ഇത് മഹാമോശം, ഈ ഇൻഡസ്ട്രി വളരെ മോശമാണ്, ഇത്രയും ആൾക്കാർ ഇതിനകത്ത് കളിക്കില്ല. അതുപോലെ മറ്റൊരു വിമൻ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ 48%, ചെറിയ കളിയല്ലാതെ. ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ഓൺടർപ്രണർഷിപ്പ് ഇമ്പാക്ട്, സോഷ്യൽ കോമേഴ്സ് റെവല്യൂഷൻ, വാട്സപ്പിന്റെ ഒരു സാഹചര്യം. ഇപ്പൊ വാട്സപ്പ് വഴിയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, നമ്മൾ ഗ്രൂപ്പുകളായിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം കോമേഴ്സ്. അപ്പൊ ഇതിനകത്തൊരു വലിയ സാധ്യത ഇതിനകത്ത് കിടപ്പുണ്ട്, ആദ്യം മനസ്സിലാക്കാം. 93.2 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ കളിയല്ല. ഒരു മരിക്കുന്ന ഇൻഡസ്ട്രിയിൽ 93 ലക്ഷം ആളുകൾ ഉണ്ടാവില്ല. ചത്തുപോണ ഇൻഡസ്ട്രിയിൽ ഇനി വളരില്ല, ഇനി രക്ഷയില്ല, ഇതിനൊന്നും രക്ഷയിലിളവേ, ഇതൊന്നും നടക്കൂലിളവേ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ 93 ലക്ഷം ആൾക്കാർ കളിക്കില്ല. ഇത് ജീവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ജീവിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ 2020 മുതൽ 2025 വരെ ആക്റ്റീവ് സെല്ലേഴ്സ് 22% വളർന്നത്. 22% ഇൻഡസ്ട്രിയിലേക്ക് പുതിയ ആളുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻസ്, എംപ്ലോയീസ്, ബിസിനസ് ഓണേഴ്സ്, ഹൗസ് വൈഫ്സ്, റിട്ടയറീസ്, പ്രൊഫഷണൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക വിഭാഗത്തിനുള്ള ബിസിനസ് അല്ല, എല്ലാവർക്കും ഉള്ള ബിസിനസ്സാ. അതില് വിമൻ എംപവർമെന്റ് അടിപൊളി, 48% വിമൻ പാർട്ടിസിപ്പേഷനാണ്. ഇതിന്റെ ഭാവി സ്ത്രീകളുടെ കയ്യിലാണ്. വേൾഡ് വൈഡ് 70%, 80% സ്ത്രീകളുടെ കയ്യിലാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ 48% ഇവർ ടേക്കപ്പ് ചെയ്യുമ്പോൾ വരുന്ന കാലങ്ങളിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ വിജയിക്കുന്നത്? ഒന്ന്, അവരുടെ റിലേഷൻസ് സ്കിൽസ്, അവരുടെ ബന്ധങ്ങള്, റിലേഷൻഷിപ്പ് സ്കിൽസ് അവരുടെ ബെറ്റർ ആണ്, അവരുടെ ട്രസ്റ്റ് ബിൽഡിംഗ് ബെറ്റർ ആണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആണ്, അവരുടെ കൺസിസ്റ്റൻസി. പുരുഷന്മാര് പലപ്പോഴും കൺസിസ്റ്റന്റ് അല്ല, അതിന് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ സ്ത്രീകൾ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ തുടർച്ചയായിട്ട് സ്ഥിരതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു നേച്ചറുള്ളവരാണ്. അവർക്ക് ആ ഒരു കാര്യം മനസ്സിലായാൽ അവരതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ട്. 73% ആളുകളും 25 മുതൽ 54 വയസ്സ് വരെയുള്ളവരാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾ കോണ്ടാക്ട്, ഇതാണ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ആളുകളാണ് 73%. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയാറുള്ളത്, പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. എന്തൂസിയാസം, കല്യാണം കഴിഞ്ഞവര്, എന്തെങ്കിലും വരുമാനമുള്ളവര്, 25 തൊട്ട് 55 വയസ്സ് വരെ പ്രായമുള്ളവർ, ഈ 4 കാറ്റഗറി ടിക്ക് ചെയ്തിട്ട് 4ഉമുള്ള ആൾക്കാരെ ആദ്യം കാണാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, പണിയെടുക്കാൻ താല്പര്യമുള്ള ഒരു തലമുറ. അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ഇനി ഭാവിയിൽ അവരുടെ ജീവിതം പുറകിലല്ല, അവരുടെ
ഭൂരിഭാഗം ജീവിതം മുമ്പിലാണെന്നുള്ള ഉള്ളവരാണ് കൂടുതൽ വർക്ക് ചെയ്യുക. അപ്പൊ ഒരു എന്റർപ്രണർഷിപ്പ് പ്ലാറ്റ്ഫോം കിട്ടുന്നു. അതിന്റെ കാരണം എന്താ? ലോ ഇൻവെസ്റ്റ്മെന്റ്, ലോ റിസ്ക്, ഫ്ലെക്സിബിൾ ടൈമിംഗ്, അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ. ഇന്ത്യയിലെ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള എന്റർപ്രണർഷിപ്പ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. ഒരു എന്റർപ്രണർഷിപ്പ് ഫോം ആക്സസിബിൾ ആവണ്ടേ? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഏതൊരാൾക്കും കയ്യെത്തി പിടിക്കാവുന്ന രീതിയിൽ ഒരു സംരംഭകത്വം കിട്ടുന്ന ഏക വ്യവസായം ഇതാണ്. സാധാരണക്കാരന് പോലും പറ്റുന്നത്. അപ്പൊ ലൈവ്ലിഹുഡ് ഇമ്പാക്ട് എന്താ? അഡീഷണൽ ഇൻകം കിട്ടുന്നു, പാർട്ട് ടൈം ഇൻകം കിട്ടുന്നു, ഫുൾ ടൈം കരിയർ കിട്ടുന്നു, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് കിട്ടുന്നു, ചിലർക്ക് എക്സ്ട്രാ ഇൻകം, ചിലർക്ക് ജീവിതം തന്നെ മാറുകയാണ്. അപ്പൊ ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ്. വെറും ഒരു മീറ്റിംഗ് വെച്ചിട്ട് വെറുതെ കുറെ പേര് കോറിയിരുന്ന് ഇങ്ങനെ വായ വിളിച്ച് നോക്കിയിരിക്കുന്ന നിലം കൊണ്ട് അവിടെ നിന്ന് മാറിയിട്ട് ഡിജിറ്റൽ ഇൻഫ്ലുവൻസിലേക്ക് മാറി. ഇന്ന് ആളുകളെ അസസ് ചെയ്ത് തുടങ്ങി. അവന്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പി ചെയ്ത് നോക്കി. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുന്ന ഒരാൾ അയാൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ തപ്പി നോക്കും. അപ്പൊ ബിസിനസ്സിന് ഹാളുകളിൽ മാത്രം നടക്കുന്ന ഒന്നല്ല, ഇത് ഫോണിൽ നടക്കും. മനസ്സിലാക്കുക. ഫോൺ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡ്യൂപ്ലിക്കേഷൻ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, സൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ. അപ്പൊ ഇന്നത്തെ വിജയികൾ ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. ടെക്നോളജി ഉപയോഗിക്കാത്തവര് ശിലായുഗത്തിലെ ആൾക്കാരായി മാറും. അപ്പൊ പവർഫുൾ ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ചോദ്യം, ടെക്നോളജി മാറുന്നു, കൺസ്യൂമർ മാറുന്നു, അപ്പൊ ഡയറക്ട് സെല്ലറിന്റെ റോൾ എങ്ങനെ മാറും എന്ന് ചോദിക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ട്രസ്റ്റ് ഇക്കോണമിയാണ്, ട്രസ്റ്റഡ് അഡ്വൈസറി മോഡലാണ് ഇനി വർക്ക് ചെയ്യുള്ളൂ. ഇന്ത്യ ഇന്നിപ്പോ 11ാം റാങ്കിലാണെങ്കിൽ 1ാം റാങ്കിൽ എത്താൻ കഴിവുള്ള ഒരു ഇന്ത്യയാണ്. ഡിജിറ്റൽ ഇന്ത്യയാണ്. ഫ്യൂച്ചർ ഗ്രോത്ത് ഭയങ്കരമാണ്. ഡ്രൈവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡയറക്ട് സെല്ലിംഗും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നമ്മുടെ ഒരു ന്യൂ ലൈഫ് കമ്മ്യൂണിസം എടുത്തുള്ള നമ്മുടെ കറക്റ്റ് പൊസിഷൻ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ സ്വന്തം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഫൈറ്റിന് മനസ്സിലാക്കേണ്ട ഇതാണ്. ഒരു ചോദിക്കാവുന്ന ഒരു ശക്തമായ ചോദ്യം, നിങ്ങളുടെ വാട്സപ്പ് കോണ്ടാക്ട് ലിസ്റ്റില് ഒരു 1000 പേരുണ്ടെങ്കിൽ അതൊരു കോണ്ടാക്ട് ലിസ്റ്റ് ആണോ, അതൊരു ബിസിനസ് അസറ്റ് ആണോ? ചോദ്യം ചോദിക്കേണ്ടതാണ്. വെറും ഒരു കോണ്ടാക്ട് ലിസ്റ്റ് അല്ല. ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ജോയിൻ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയാൽ, നിങ്ങളുടെ വാട്സപ്പ് കോണ്ടാക്ട് ലിസ്റ്റിൽ 1000 പേരുണ്ടെങ്കിൽ അതിന്റെ പേര് കോണ്ടാക്ട് ലിസ്റ്റ് എന്നല്ല, അതിന്റെ പേര് ബിസിനസ് അസറ്റ് എന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ പുതിയ ഡയറക്ട് സെല്ലർ ആരാണ്? ഇന്നലകളിൽ അത് വെറും ഒരു സെയിൽസ് പേഴ്സൺ ആയിരുന്നെങ്കിൽ ഇന്ന് അതൊരു ട്രസ്റ്റഡ് അഡ്വൈസർ ആണ്. നമുക്ക് വിശ്വാസമുള്ള ഒരു ഉപദേശിയായിട്ട് മാറുകയാണ്, ഉപദേഷ്ടാവായിട്ട് മാറുകയാണ്. അപ്പൊ ഇന്നലത്തെ ഒരു സെയിൽസ്മാനിൽ നിന്ന് ഇന്നത്തെ ഒരു ഉപദേഷ്ടാവ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ സർവേ ഫോം പോലെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നാളെ ഇതൊരു പേഴ്സണൽ ബ്രാൻഡായി മാറും. ഇന്നൊരു ട്രസ്റ്റഡ് അഡ്വൈസർ നാളെ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറും. ആ രീതിയിലാണ്. അപ്പൊ ഇന്ന് ആളുകൾ പ്രൊഡക്റ്റ് അല്ല വാങ്ങുന്നത്, അവർ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ് വാങ്ങുന്നത്. വെറും പ്രൊഡക്റ്റ് വാങ്ങലല്ല ചെയ്യുന്നത്, വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ ന്യൂ കറൻസി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വരുമാന മാർഗം എന്താ? ഇന്നത്തെ ധനം എന്താണെന്ന് ചോദിച്ചാൽ അത് പീപ്പിൾ ട്രസ്റ്റ് ആണ്. ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം. നിങ്ങൾ ആളുകളെ പറ്റിക്കാതെ സത്യസന്ധമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഉള്ളതുപോലെ പറഞ്ഞ് നിങ്ങളുടെ വൾണറബിലിറ്റി പുറത്തേക്ക് എടുത്ത് നിങ്ങൾക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും ദൗർബല്യങ്ങളും ശക്തികളും ഒക്കെ നിങ്ങൾ പുറത്തേക്ക് എടുത്ത ആളുകളെ കാണിച്ച ആളുകൾ സ്നേഹിച്ചു തുടങ്ങും നിങ്ങളെ. അപ്പൊ ആളുകളുടെ ട്രസ്റ്റും ആളുകളും അതൊക്കെ ഈ പരസ്യങ്ങളെക്കാൾ വളരെ മുകളിലാണ്. ഇന്ന് ട്രസ്റ്റ് ആണ് ഏറ്റവും വലിയ കറൻസി. വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ല. വർഷങ്ങളോളം നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ നേതാക്കന്മാർ വർഷങ്ങളോളം അവരെന്ത് ചെയ്തു? അവര് കൈക്കൂലി മേടിക്കാത്തവൻ എന്നുള്ള പേരുണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു ബ്രാൻഡായി. പിന്നെ അങ്ങനെയുള്ള ആളുകൾ അയാളെ കാണാൻ പോലും ചെല്ലില്ല. അങ്ങനെയുള്ള ആളുകൾ അവരോട് മൈൻഡ് പോലും ചെയ്യില്ല. ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രസ്റ്റും അതുപോലെ ക്രെഡിബിലിറ്റിയും അതുപോലെ റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. നമ്മൾ ആളുകളെ പറ്റിച്ചിട്ടില്ലെങ്കിൽ ലൈഫ് ലോങ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് 1 രൂപ കൊടുക്കുകയല്ലാതെ, അവർക്ക് 1 രൂപ ലാഭം ഉണ്ടാക്കുകയല്ലാതെ അവരുടെ നിന്ന് ഒന്നും പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മാർക്കറ്റ് ഇന്നത്തെ കലികാലത്ത് നമ്മളെ അവർ വളരെ നല്ലതായിട്ട് മതിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് ഇന്ത്യ 11ാം റാങ്കിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ 11ാം റാങ്കില. ഒന്നാവാനുള്ള എല്ലാ അർഹതയും നമുക്കുണ്ട്. കാരണം 1.4 ബില്യൺ 143 കോടി ജനമുണ്ട്. തമാശ കളിയാണോ ഒന്ന് ആലോചിച്ചു. ഇതൊരു ദൗർബല്യമല്ല. 11ൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ദൗർബല്യം, അയ്യോ നമ്മൾ പുറകിൽ അല്ല, ഇതൊരു അവസരമാണ്. ഇത് ഒന്നാവും, ഉറപ്പായിട്ടും ആവും. അതിന്റെ തുടക്കത്തിലാണ് ആ ബിഗ് ഗ്യാപ്പ് ഉണ്ടല്ലോ. 1.4 ബില്യൺ ആൾക്കാരുണ്ട്. ഡയറക്ട് സെല്ലേഴ്സ് 93.2 ലാക്സ്. നമ്മൾ ഇപ്പോഴും ഒരു സർഫസിൽ മാത്രം സ്ക്രാച്ച് ചെയ്തിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ അനക്കിയിട്ടുള്ളൂ.
അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്? നമ്മളിപ്പോ ആകെ 93.2 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നോക്കൂ, നിങ്ങൾ മൊബൈലിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ 800-ൽ പരം മില്യൺ ആണെന്ന്. 800-ൽ പരം മില്യൺ. ഡിജിറ്റൽ ഇന്ത്യ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം 800 മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ് അർത്ഥം. 142 കോടി ജനങ്ങളിൽ 80 കോടിയിലധികം ആളുകൾ ഇന്ന് ഡിജിറ്റൽ യൂസേഴ്സ് ആണ്, ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. അവര് യൂട്യൂബിൽ സിനിമ കാണുന്നുണ്ട്, അവര് ഈ പറയുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, അവര് ഫേസ്ബുക്ക് കാണുന്നുണ്ട്. എത്ര ആൾക്കാര്? 141 കോടിയിൽ 80 കോടി ആൾക്കാർ. അതിൽ എത്ര പേര് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ളൂ? 93 ലക്ഷം. അപ്പൊ ഇന്ന് കട്ടിലിൽ കിടക്കയിൽ കിടന്ന് പോലും ആളുകളെ ചേർക്കുകയും ഉൽപ്പന്നം വാങ്ങാനും പറ്റുന്ന, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഓർഡർ കൊടുക്കുകയും സാധനങ്ങൾ വാങ്ങാനും പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ ഇതിന്റെ വളർച്ച നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഉറപ്പാണ്. വളരുന്ന ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും മികച്ച ഒരു ഗുണം തരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പം ഈ ഇൻഡസ്ട്രിയെ ഡ്രൈവ് ചെയ്യുന്ന 3 മെഗാ ഡ്രൈവേഴ്സ്. ഒന്ന് ഡിജിറ്റൽ പെനിട്രേഷൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഏറ്റവും, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന അമേരിക്കയിലല്ല, റഷ്യയിലല്ല, യൂറോപ്പിലല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? കരിക്ക് കുടിച്ചാൽ, നമ്മളൊരു പലചരക്കടയിൽ സാധനം മേടിച്ചാൽ, ഓംലെറ്റ് വാങ്ങി കഴിച്ചാൽ, ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഡിജിറ്റൽ വഴിയാണെന്ന്. ഗൂഗിൾ പേ വഴി കൊടുക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഡിജിറ്റൽ പെനിട്രേഷൻ. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഒരു നമുക്കൊക്കെ ആർഷഭാരത സംസ്കാരം മുതൽ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. നമ്മളൊക്കെ ഒരു കുടുംബം എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. വ്യക്തി എന്നുള്ള സെൽഫിഷ്നെസ് അല്ല, കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. അപ്പൊ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുക്കും വേറെ ഏത് രാജ്യത്തെക്കാളും. കൂടാതെ ഒരു ജോലിയേക്കാൾ എപ്പോഴും ഒരു സംരംഭകനാണ് ഗുണം. അപ്പൊ ഡെവലപ്പിംഗ് ഇക്കോണമിയിൽ എപ്പോഴും ജോലിക്കല്ല, സംരംഭകത്വമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിക്കോട്ടെ, കൂടുതൽ കൂടുതൽ ആളുകളെ സംരംഭകരാക്കി മാറ്റാനുള്ള സാഹചര്യം. ഇത് മൂന്നും കൂടി വർക്ക് ചെയ്യും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. ഏതൊക്കെ? ഡിജിറ്റൽ പെനിട്രേഷൻ, ട്രസ്റ്റ് ബേസ്ഡ് കോമേഴ്സ് ആൻഡ് എന്റർപ്രണറൽ ആസ്പിറേഷൻസ് ഒക്കെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുണ്ടോ? എനിക്കറിയില്ല. ഈ വ്യവസായത്തെ, ഈ ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തെ അടുത്ത 10 വർഷം മുന്നോട്ട് നയിക്കുന്നത് ഈ 3 ശക്തികളാണ്. ഏതൊക്കെയാണത്? ഡിജിറ്റൽ പെനിട്രേഷൻ, ട്രസ്റ്റ് ബേസ്ഡ് കോമേഴ്സ് ആൻഡ് എന്റർപ്രണറിയൽ ആസ്പിറേഷൻസ്. ഈ മൂന്നും കലക്കും. അതിന്റെ ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയുടെ ലിവറേജും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോ എന്താ നമ്മൾ പേടിക്കണോ? എന്ത് പേടിക്കാനുള്ളത്? നമുക്ക് എന്താ പേടിക്കാനുള്ളത്? നിങ്ങൾ വെൽനസിന്റെ പാർട്ടാന്ന് വിചാരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോലികൾ കളയുന്നു, പല ജോലികളെയും തകിടം മറിക്കുന്നു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇല്ലാണ്ടാവുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇല്ലാണ്ടാവുന്നു. കാരണം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിചാരിച്ച ഇവരുടെയൊക്കെ ഇതിനേക്കാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങളുടെ ബോഡിയിലെ പ്രോട്ടീന്റെ കുറവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി മാറ്റാൻ പറ്റുമോ? നിങ്ങളുടെ ബോഡിയിലെ വൈറ്റമിൻസും മിനറൽസിന്റെ കുറവ്, പ്രോട്ടീനും വൈറ്റമിനും മിനറലൊക്കെ അന്നന്ന് കിട്ടണം, നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെറും വെറും കാർബോഹൈഡ്രേറ്റ്സും വെള്ളവും മാത്രമുള്ള ഒരു ശരീരത്തില് ആളുകൾ ടയർഡ് ആവുമ്പോൾ അത് കാര്യം പറഞ്ഞ് ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പണിക്ക് എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ഒരു ഭീഷണിയാവുന്നത്? അപ്പൊ നമ്മുടെ ഒരു കണ്ടന്റ് ആയാലും, നമ്മുടെ ഒരു ട്രെയിനിങ് ഡ്യൂപ്ലിക്കേഷൻ ആയാലും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യില്ല. ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം മനുഷ്യരെ റീപ്ലേസ് ചെയ്യില്ല. AI ഉപയോഗിക്കുന്ന മനുഷ്യർ മറ്റ് AI ഉപയോഗിക്കാത്തവരെ റീപ്ലേസ് ചെയ്യും. ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാത്ത മനുഷ്യരെ റീപ്ലേസ് ചെയ്യും. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെ റീപ്ലേസ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വ്യക്തി റിലേഷനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഈ വ്യവസായത്തിലൊക്കെ എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഒരു ഫോണിൽ കൂടെ സംസാരിക്കലല്ലോ, ഒരുമിച്ചിരുന്ന് കാണലും, വർത്താനം പറയലും, ചായ കുടിക്കലും, ഒരുമിച്ച് കെട്ടിപ്പിടിക്കലും, ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യലും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും, യാത്ര ചെയ്യലും, താമസിക്കലും, ബന്ധങ്ങള്, റിലേഷൻഷിപ്പ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എവിടെയാ മാറ്റാൻ പറ്റും? എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന സാധനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എവിടെയാ മാറ്റാൻ പറ്റും? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ശരിയായ വ്യവസായത്തിലാണ്. ആ നമ്മുടെ മരണം വരെ വളരുമെന്ന് ഉറപ്പുള്ള ഒരു വ്യവസായത്തിലാണ് നമ്മൾ. വലിയ ട്രാൻസ്ഫർമേഷൻ ഇപ്പൊ വന്നു. ഗവൺമെന്റിന്റെ സഹകരണം മാത്രമല്ല, പ്രോത്സാഹനം.
ലീഗലായിട്ടുള്ള ഫുൾ പ്രൊട്ടക്ഷൻ, മോണിറ്ററിംഗ് മെക്കാനിസം, നല്ല കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, ചീത്ത കമ്പനികൾക്ക് ഒരു പ്രവർത്തനാനുമതി കിട്ടാത്ത സാഹചര്യം, ഇതൊക്കെ ബെസ്റ്റ് സമയം, റൈറ്റ് ഇൻഡസ്ട്രി, റൈറ്റ് ടൈം. IMCയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് കമ്പനി. കാരണം എന്താ കാരണം IMC റൈറ്റ് കമ്പനി ആവാൻ കാരണം? എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലടോ. സ്വന്തമായി ഉൽപാദനം നടത്തുന്ന, സ്വന്തമായി വിളയിച്ചെടുക്കുന്ന, സ്വന്തമായി മാനുഫാക്ചറിംഗ് പ്രാക്ടീസിൽ കടന്നു പോകുന്ന, സ്വന്തമായി പ്രൊപ്പറേറ്ററി മെഡിസിൻ സ്റ്റാറ്റസ് ഉള്ള 300-ൽ പരം ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ സ്വന്തം പറമ്പിൽ വിളയുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി കോൺഷ്യസ്നെസ് ഉണ്ടാക്കാൻ പറ്റുന്നു, ക്വാളിറ്റിയുടെ കാര്യം ഉറപ്പാക്കാൻ പറ്റുന്നു. എല്ലാ ആഴ്ചയും നമ്മൾ എന്ത് ചെയ്യുന്നു? WHO GMP സ്റ്റാൻഡേർഡുള്ള ഒരു പ്രോസസ്സിലൂടെ എല്ലാ ആഴ്ചയും നമ്മൾ അതിന്റെ ഓരോ സാമ്പിളുകൾ ഗവൺമെന്റിലും നമ്മളും കീപ്പ് ചെയ്യുന്നു. അത്ര സീരിയസ് ആണ്. ഇതിനെ നാട്ടുനടപ്പുള്ള വിലക്ക് കൊടുക്കാൻ കഴിയുന്നു, പ്രവർത്തിക്കുന്നവർക്ക് നല്ല വരുമാനം കൊടുക്കുന്നു. ഇത് ഈ കോമ്പിനേഷനൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ വേറെ കമ്പനികൾക്ക് ചെയ്യണമെങ്കിൽ ചെറിയ പണിയൊന്നുമല്ല. വല്ല കമ്പനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വെറും ലേബിൽ മാത്രം ഒട്ടിച്ച് വിൽക്കുന്ന കമ്പനികൾക്കൊന്നും വിലക്കുറവിന് ഏറ്റവും മികച്ച വരുമാനം കൊടുത്തുകൊണ്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ ഇൻ ദ റൈറ്റ് കമ്പനി. 19 വർഷമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്പനി കഴിഞ്ഞ 19 കൊല്ലമായിട്ട് അനുശാസിച്ചത് കൊണ്ടാണ് അതിന് ഇത്ര ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ കേരളത്തിന്റെ ഇങ്ങേയറ്റത്തുള്ള എന്നെ വലിച്ചഴിച്ച് ലുധിയാന വരെ എത്തിക്കാനും ഹരിദ്വാർ വരെയുള്ള സ്ഥലത്ത് ആ ഫാക്ടറിയിലേക്ക് എത്തിക്കാനും അതിന് കഴിയുന്നത് 19 കൊല്ലത്തെ അവരുടെ കമ്മിറ്റ്മെന്റ് കാരണം. വെറും വാചകടിയല്ല, അവർ പറഞ്ഞത് ചെയ്തത് പ്രവർത്തിച്ചു. 100-ലൊരു ഇന്ത്യക്കാരനെ സ്പർശിച്ച് കഴിഞ്ഞ ഒരു കമ്പനി സൗത്ത് ഇന്ത്യയിൽ നൗ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മളോട് ഏത് ലെവലിലേക്ക് വേണമെങ്കിൽ വരാന്ന് പറയാണ്. അപ്പൊ ശരിയായ ഇൻഡസ്ട്രിയിൽ, ശരിയായ കമ്പനിയിൽ, ശരിയായ ഉൽപ്പന്നങ്ങളുടെ ഒപ്പം ശരിയായ സമയത്ത് വന്ന ആളുകളാണ് നമ്മള്. ചെറിയ കളിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലോകത്തെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഡ്രൈവർ സീറ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു കമ്പനി IMC ആണ്. അതായത് IMCയിലെ മികച്ച പ്രകടനങ്ങൾ പലതും കേരളത്തിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, ഇന്ത്യയിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, മറിച്ച് ലോകവ്യാപകമായിട്ട് ഉള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. കേരളീയരായിട്ടുള്ള, ആയുർവേദത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള, ആയുർവേദത്തിന്റെ കളിത്തൊട്ടിലായിട്ടുള്ള കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ആയുർവേദ കമ്പനിയുടെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ആയുർവേദ മൾട്ടിനാഷണൽ ഇന്ത്യൻ കമ്പനി ഉണ്ടെങ്കിൽ അത് IMC മാത്രമാണ്. മലേഷ്യയിൽ പ്രവർത്തനാനുമതി കിട്ടിയ ഏക ഇന്ത്യൻ കമ്പനി അത് IMC ആണ്. അപ്പൊ ശരിയായ സ്ഥലത്താണ് നമ്മളുള്ളത്, ശരിയായ സ്ഥലത്താണ്. ഞാൻ പലപ്പോഴും പറയും, 1 കോടി രൂപ മാസം വാങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കണേന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും ഒരു വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാറ് പറയുന്നു. അല്ലടോ, മനസ്സിലാക്കൂ. 10 കോടി ടേൺ ഓവർ എന്ന് വിചാരിക്കാം. 10 കോടി ടേൺ ഓവർ. 10 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ എത്ര ആളുകൾ വേണം? നിങ്ങൾ ആലോചിച്ച് നോക്കും. 10 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിൽ 1 കോടി രൂപ നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങളുടെ ടീമിൽ ഇന്നല്ലെങ്കിൽ നാളെ 10 കോടി വരാനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ? 2 ലക്ഷം കോടി മാർക്കറ്റ് ഇപ്പൊ ഉണ്ട് ഇന്ത്യയിൽ. അത് 20% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് 2 ലക്ഷം ആണെങ്കിൽ 20% ഗ്രോ ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത വർഷം 2,40,000 കോടിയുടെ മാർക്കറ്റാണ്. അതിന്റെ അടുത്ത വർഷം ആകുമ്പോഴേക്കും 2,90,000 കടന്നിട്ടുണ്ടാവും. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ 2 ലക്ഷം കോടി എന്നുള്ളത് 3 ലക്ഷം കോടിയായി. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റില് നിങ്ങളുടെ ടീമില് 1 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. 1 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ 10 ലക്ഷം ഒക്കെ കിട്ടി. 10 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ 1 കോടി റുപ്യ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ബിസിനസ്. അത് ഈ കമ്പനിയുടെ പ്രത്യേകതയാണ്. കാരണം സീലിംഗ് ഇല്ല, സ്ട്രക്ചറൽ കണ്ടീഷനുകളില്ല. മറ്റത് പലതും പറയും, ഞങ്ങൾ 72 തരാം, 62 തരാം. പക്ഷെ ഓരോ ഇൻസെന്റീവും, ഇപ്പൊ ട്രാവൽ ഫണ്ട് ഇത്രേ തരുള്ളൂ, കാർ ഫണ്ട് ഇത്രേ തരുള്ളൂ, അല്ലെ, ഹൗസ് ഫണ്ട് ഇത്രേ തരുള്ളൂ, നിങ്ങൾക്ക് ഈ ഫണ്ട് ഇത്രേ തരുള്ളൂ മാക്സിമം. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താലേ നടക്കുള്ളൂ. നിങ്ങൾ മാച്ച് ചെയ്യണം. ഇത് ആവണം. നിങ്ങൾ ആദ്യം 4-ന്റെ പിരമിഡ്, 3-ന്റെ പിരമിഡ്, 3x3x3 ആയാലേ നടക്കുള്ളൂ. നിങ്ങളുടെ താഴെ ഇത്ര പേര് അച്ചീവറായിട്ട് 3 പേര് ഇങ്ങനെ വന്നാലേ നിങ്ങൾക്ക് വരുമാനം കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ തൊട്ട് താഴെയുള്ള റാങ്ക് 3 പേരെ സൃഷ്ടിക്കണം. ആ 3 പേരെ സൃഷ്ടിക്കണേ അതിന്റെ താഴെ 9 പേരെ സൃഷ്ടിക്കണം, അതിന്റെ താഴെ 27 സൃഷ്ടിക്കണം. ഈ പ്രോസസ്സിൽ ഏത് ക്വാളിറ്റി ഇല്ലാത്തവനെ നിങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. കാരണം എന്ന് വെച്ചാൽ ഒന്നെന്ന് തുടങ്ങണേക്കാൾ നല്ലത് ഈ വിവരം കെട്ടവനെ, അവൻ സപ്പോർട്ട് ചെയ്യണ്ടാവില്ല, ഒന്നും ചെയ്യണ്ടാവില്ല. ചുരുക്കത്തിൽ ആരും ഒന്നും മേടിക്കണ്ടാവില്ല, കമ്പനിക്ക് ഭീമമായ വരുമാനം കിട്ടും. ആലോചിച്ച് നോക്കുക. 10,000 ഫാമിലി 1000 രൂപയുടെ സാധനം വാങ്ങിയാൽ ആലോചിച്ച് നോക്കുക, 1 കോടിയായി.
മാസം ഒരു 1000 രൂപയുടെ സാധനം, ഡെയിലി 30 രൂപയുടെ 10,000 ഫാമിലി. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ടീമിൽ സംഭവിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇത്രയും ജില്ലകളുണ്ട്. കേരളം വിടൂ, കേരള, തമിഴ്നാട്, കർണാടക, ഇന്ത്യ മുഴുവൻ ഓപ്പൺ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വിഷൻ ഇല്ലാത്ത ഒരു ടീം, ഒരു ക്രൗഡ് മാത്രമാണ്, ഒരു ആൾക്കൂട്ടം. വിഷൻ ഉള്ള ടീം ഒരു മൂവ്മെന്റ് ആണ്. വിഷനുള്ള ടീം ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ധന്യമായ ഒരു ഒരു വർക്കാണ് ഇന്ന് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യം. അവന്റെ ജീവിതം, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ബോണസിന് വേണ്ടിയിട്ടല്ല, റിക്കഗ്നീഷന് വേണ്ടിയിട്ടല്ല, ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ പറയുന്നത് വെറും അതിനു വേണ്ടിയിട്ടല്ല, വെറും കാശിന് വേണ്ടി, റാങ്കിന് വേണ്ടിയിട്ടല്ല, റിക്കഗ്നീഷന് വേണ്ടിയിട്ടല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരു ജീവിതം നയിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി. അപ്പൊ നമ്മളൊരു അസാധാരണ അവസരത്തിന്റെ മുമ്പിലാണ്. ഇൻഡസ്ട്രി വളരുന്നു, വെൽനസ് വളരുന്നു, ഡിജിറ്റൽ ഇന്ത്യ വളരുന്നു, സോഷ്യൽ കോമേഴ്സ് വളരുന്നു. ഇന്ത്യ ഇനിയും ഡയറക്ട് സെല്ലിംഗിൽ ലോകത്തിന്റെ ടോപ്പ് 10-ൽ പോലും എത്തിയിട്ടില്ല, 10-ൽ പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സമയം കഴിഞ്ഞിട്ടില്ല, ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. മിഷൻ 90, റൂബി പ്രൊജക്ട്, ന്യൂ ലൈഫ് കമ്മ്യൂൺ, ലെറ്റ്സ് ക്രിയേറ്റ് ഹിസ്റ്ററി ടുഗദർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ മെയിൻ ആയിട്ടുള്ള ആ സ്ക്രിപ്റ്റിനകത്തേക്കൂടെ കടന്നു പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഡിയസയുടെ 2025യുടെ PDF. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തനമാണ്, എങ്കിലും ഞാൻ പറയാണ്. The industry has maintained a consistent growth trajectory, reaching an estimated market size of 23,000 crore in financial year 25, supported by sustained consumer demand and expanding participation. അപ്പൊ 2025 വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് 23,000 കോടി രേഖപ്പെടുത്തി കഴിഞ്ഞ ഒരു വ്യവസായമാണിത്. വിത്ത് 93.2 lakh ആക്റ്റീവ് ഡയറക്ട് സെല്ലേഴ്സ്, 93 ലക്ഷത്തിൽ പരം ആൾക്കാർ ആക്റ്റീവായിട്ട് ഡയറക്ട് സെല്ലേഴ്സ് ഉണ്ട്. But the sector continues to play a significant role in enabling entrepreneurship and livelihood generation across the country. ഇത്രയും ആളുകൾക്ക്, ലക്ഷക്കണക്കിന്, 1 കോടിയിൽ പരം ആളുകൾക്ക് അവരുടെ ജീവസന്ധാരണത്തിനുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള, ഞാനിപ്പോ 100% ഈ ഇൻഡസ്ട്രിയിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, എന്റെ കുടുംബവും. അപ്പൊ അത്തരത്തിലുള്ള 93.2 ലക്ഷം ആളുകൾ, തമാശകളിൽ എത്ര ആളുകൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള അവസരമായി ഇത് മാറുകയാണ് ചെയ്യുന്നത്. എ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഈസ് അണ്ടർവേ ഇൻ ഹൗ ദ ഇൻഡസ്ട്രി ഓപ്പറേറ്റ്സ്. ഈ ഇൻഡസ്ട്രി ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഉണ്ട്. എന്താണ്? ഡയറക്ട് സെല്ലിംഗ് ഇസ് ഇൻക്രീസിംഗ്ലി ഇവോൾവിംഗ് ഇൻ ടു എ ഹൈബ്രിഡ് ആൻഡ് സോഷ്യൽ കോമേഴ്സ് ലെഡ് മോഡൽ. ഹൈബ്രിഡ് ആണെന്ന്, 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? വേർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആർ എൻഹാൻസിങ് റീച്ച്. ഡിജിറ്റൽ വഴി, ഇ കോമേഴ്സ് വഴി, അല്ലെങ്കിൽ ഡിജിറ്റൽ വഴി എന്ന് പറയുന്നത് ഈ വാട്സപ്പ് വഴി, സൂം വഴിയൊക്കെ ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? പേഴ്സണൽ റിലേഷൻഷിപ്സ് കണ്ടിന്യൂ ടു ആങ്കർ ട്രസ്റ്റ് ആൻഡ് കൺവേർഷൻ. എന്ന് പറഞ്ഞാൽ വെറും ടെക്നോളജി മാത്രം വെച്ചുകൊണ്ടല്ല, ഹൈ ടെക്കിന്റെ ഒപ്പം തന്നെ ഹൈ ടച്ചും കൂടി ഉണ്ട്. ഹൈ ടച്ച് എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള സംസാരങ്ങളും ഒരുമിച്ചുള്ള ഇരിപ്പുകളും ഒക്കെ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ടെക്നോളജി മാത്രമല്ല, മറിച്ച് ഹ്യൂമൻ എലമെന്റും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. At the same time, the role of the direct seller is transitioning from a transactional seller to a trusted advisor. വെറും ഒരു വിൽപ്പനക്കാരനിൽ നിന്നും വിശ്വാസ്യതയുള്ള ഒരു അഡ്വൈസർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊഡക്ട് നോളജിനും അപ്പൊ എന്താ പ്രാധാന്യം എവിടെ വരുന്നത്? അതായത് വെറും ഒരു വിൽപ്പനക്കാരനിൽ നിന്നും, വെറും ഒരു വാചകമടിക്കാരനിൽ നിന്നും, വെറും ഒരു ആളെപ്പിടുത്തക്കാരനിൽ നിന്നും
ആളുകൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉപദേശകനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ വേണം അതിനകത്ത്? ഇമ്പോർട്ടൻസ് എന്താ? പ്രൊഡക്റ്റ് നോളജ് വേണം, സുതാര്യത വേണം, കൺസ്യൂമർ സെന്റർ, കസ്റ്റമറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം. നിങ്ങൾ എങ്ങനെയെങ്കിലും ആളെ പിടിച്ചു കയറ്റുകയല്ലേ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് 2021 കണ്ടിന്യൂ ടു പ്ലേ എ പിവറ്റൽ റോൾ ഇൻ സ്ട്രെങ്തനിങ് ദ ഇക്കോസിസ്റ്റം ബൈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസിംഗ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺസ്യൂമർ സേഫ് ഗാർഡ്സ്, thereby reinforcing trust across stakeholders. 2021 വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് വലിയ രീതിയിലുള്ള മാറ്റം, ആളുകളുടെ വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്താ എഴുതിയിരിക്കുന്നത്? ദ സെക്ടർ ഇസ് വെൽ പൊസിഷൻഡ് ടു സ്കെയിൽ ഫർദർ ആൻഡ് ഡീപ്പൻ ഇറ്റ്സ് റീച്ച് അക്രോസ് ഡൈവേഴ്സ് മാർക്കറ്റ്സ്. വിവിധ മാർക്കറ്റുകളിലായിട്ട് ആഴത്തിൽ ഇറങ്ങാൻ പാകത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് ഈ മേഖലയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ചെയർമാൻ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ ഞാൻ പറയാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്ന ചില പോയിന്റുകൾ മെയിനായിട്ട് നമുക്ക് 48%, with nearly 48% participation from women entrepreneurs within the sector, direct selling has emerged as one of the most accessible and flexible business models for women seeking financial independence, leadership opportunities and sustainable income generation. അതായത് സ്ഥിരമായി വരുമാനം നോക്കുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി സമ്പാദിക്കാനും സ്വന്തമായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും വലിയൊരു അവസരം ഇന്ത്യയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ലുക്കിംഗ് അഹെഡ്, മുമ്പോട്ട് നോക്കുമ്പോൾ ദ ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് ഫേസ് വിൽ ബി ഷേപ്ഡ് ബൈ ഓതന്റിസിറ്റി, പേഴ്സണലൈസേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം AI എങ്ങനെ ഉപയോഗിക്കണം എന്ന്. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യണം എന്ന്. നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെ അത് ഓതന്റിസിറ്റിയോടുകൂടി, അതോറിറ്റിയോടുകൂടി, പ്രാമാണികതയോടുകൂടി സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ എന്തൊക്കെ വേണ്ടിവരും? കമ്പനീസ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ഡിജിറ്റൽ എൻഹാൻസ്മെന്റ്, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള എനാബിൾമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ സെല്ലർ ട്രെയിനിങ്, പരിശീലനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികൾ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കസ്റ്റമർ എൻഗേജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികളായിരിക്കും വിൽ ബി ദ ബെസ്റ്റ് പൊസിഷൻ ടു അൺലോക്ക് ഇന്ത്യസ് ഫുൾ ഡയറക്ട് സെല്ലിംഗ് പൊട്ടൻഷ്യൽ. ഈ വ്യവസായത്തിന്റെ പൊട്ടൻഷ്യൽ അടിച്ചു മാറ്റാൻ ആഗ്രഹമുള്ള കമ്പനികളൊക്കെ ഇതിനകത്തുള്ള ഇങ്ങനത്തെ കമ്പനികളായിരിക്കും, ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനികളായിരിക്കും. അപ്പം വരുന്ന കാലങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈ വ്യവസായം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്. ഈ ചാപ്റ്ററുകളിലൂടെ കടന്നുപോയാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, കുറെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യ പ്രൊഡക്റ്റ് വൈസ് ഷെയർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് 2025 നമ്മൾ ഈ വ്യവസായം വന്ന് നിൽക്കുമ്പോൾ 2006 തുടങ്ങിയ 96 തുടങ്ങിയ ഈ വ്യവസായം 30 വർഷത്തിന് ശേഷം ഈ ഒരു 2025 നിന്ന് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് 60% നടക്കുന്നത് എവിടെയാണ്? ന്യൂട്രാസ്യൂട്ടിക്കൽസിലും വെൽനെസ്സിലുമാണ്. അത് നിങ്ങൾക്ക് കാണാം, ഇവിടെ വേണ്ട, ഇത് കാണാം. കോസ്മെറ്റിക്സും പേഴ്സണൽ കെയറിലുമാണ് 26. ചുരുക്കത്തിൽ 100 രൂപയുടെ കച്ചവടം ഈ ബിസിനസ്സിൽ നടക്കുന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അത് 86 രൂപയും പോകുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽസ്, വെൽനെസ്സും കോസ്മെറ്റിക്സും പേഴ്സണൽ കെയറിനുമാണ്. അപ്പൊ നിങ്ങളും അതിൽ ശ്രദ്ധിക്കും മക്കളെ, അതിൽ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കൂ, ഇവിടുന്ന് 2019-20 വെറും 16,800 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്നതിൽ നിന്ന് ഇന്ന് നമ്മൾ നിൽക്കുന്നത് 23,021 കോടി ടേൺ ഓവറിലാണ്. ഗ്രോത്ത്, നല്ല ഗ്രോത്ത് ആണ്. 6.5 കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ബിസിനസ് തമാശകളിയല്ല. ഇന്ന് 1 കോടിയിലടുത്ത ആൾക്കാര് വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ വ്യത്യാസം. ഓരോ വർഷങ്ങൾ കഴിയും തോറും വെൽനെസിന്റെ വലിപ്പം കൂടി കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സെയിൽസ് റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏറ്റവും കുറവാണ്. 17.81 സൗത്ത് ഇന്ത്യ മൊത്തം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ ഏരിയ ആണ്.
നോർത്ത് കണ്ടോ 27%, സെൻട്രൽ ഇന്ത്യ 25%, നോർത്ത് ഈസ്റ്റ് 22.4, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ 6.6, ഇവിടെ 17.8 എന്നുള്ളത്. നമുക്ക് വലിയൊരു സാധ്യതയാണ് സൗത്ത് ഇന്ത്യയിൽ കിടക്കുന്നത്. അതായത് 2020 ശേഷം നമ്പർ ആൾക്കാർ പണിയെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇന്നിപ്പോ 93.2 ലക്ഷം ആണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 88ആയിരുന്നു. അതിന് മുമ്പ് 86, 84, 79, 74. 2020 വെറും 74 ലക്ഷം ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ഇപ്പൊ ഏതാണ്ട് 1 കോടിയുടെ അടുത്ത ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നു. മീൻസ് ഇത് വളരെയാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിവ് നേടുന്നു. അവര് കൂടുതൽ ആളുകൾ കടന്നു വരുന്നു. ഇനി ഇത് ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കോൺട്രിബ്യൂഷൻ നോക്കെ എല്ലാ സ്റ്റേറ്റിന്റെയും കോൺട്രിബ്യൂഷനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. മൊത്തം ഞാൻ പറഞ്ഞല്ലോ 23,021 കോടി ടേൺ ഓവർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു നോക്കുമ്പോ നമ്മൾ കേരളത്തിൽ നിന്നുള്ള സംഭാവന നോക്കിയാൽ നമുക്ക് ചിരി വരും. ഇതാണ് 606 കോടിയാണ് കേരളം സംഭാവന ചെയ്യുന്നത് ടോട്ടൽ. അതായത് 23,000 കോടി ടേൺ ഓവർ ഉള്ളതില് ഇന്ത്യയുടെ വ്യവസായത്തില് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വെറും 606 കോടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻഡസ്ട്രിയുടെ 2.63% എന്ന് പറഞ്ഞാൽ ഈ കേരളത്തില് മലേഷ്യയുടെ അത്രയും ഉണ്ടെന്ന് ഓർക്കണം. നമ്മുടെ മലേഷ്യയില് ടേൺ ഓവർ കണ്ടാൽ നിങ്ങൾ കണ്ണു തള്ളും. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു അഭ്യസ്തവിദ്യരായിട്ടുള്ള സംസ്ഥാനത്തില് നമ്മൾ ഇന്ത്യയുടെ വെറും 50-1, വെറും 2% മാത്രമേ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണുള്ളൂ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്നിവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എത്രയാന്ന് വെച്ചാൽ 2.25 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം, 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തില് 2.25 ലക്ഷം പേരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണുള്ളൂ. ബാക്കി സ്ഥലങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉത്തർപ്രദേശിൽ 13 കോടി ജനങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. 13 ലക്ഷം ആളുകൾ. രാജസ്ഥാനിൽ 3 ലക്ഷം ആളുകൾ. ബീഹാറിൽ 8 ലക്ഷം ആളുകൾ. ആലോചിച്ചു, 8.96, ഏതാണ്ട് 9 ലക്ഷം ആൾക്കാർ ബീഹാറിൽ വർക്ക് ചെയ്യണം. വെസ്റ്റ് ബംഗാളിൽ 10 ലക്ഷം ആൾക്കാരോട് വർക്ക് ചെയ്യണം. 10 ലക്ഷം വെസ്റ്റ് ബംഗാളിലും 9 ലക്ഷം ആൾക്കാർ ബീഹാറിലുമാണ്. ഒറീസയിൽ 6.54 ആൾക്കാരും 1 ലക്ഷം ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സാധ്യത എന്ന് ആലോചിച്ചു നോക്കുക. അതും ആയുർവേദം പോലൊരു സ്ഥലത്ത് നമ്മള് ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സുഹൃത്തുക്കളെ, മോട്ടിവേഷൻ തിയറി അല്ല. സ്ഥിതിവിവര കണക്കുകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രത്യേകത. അതായത് സൗത്തിനെ കുറിച്ച് എഴുതിയേക്കണോ? ഈ സൗത്തിൽ തന്നെ സൗത്തിന്റെ മൊത്തം ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കർണാടകയാണ്. കാരണം സൗത്തിലെ മൊത്തം ടേൺ ഓവർ എടുത്തു കഴിഞ്ഞാൽ അതിലകത്ത് 35%, അതായത് സൗത്തിൽ നടക്കുന്ന മൊത്തം കച്ചവടത്തിന്റെ 1/3 കൂടുതൽ കർണാടക സ്റ്റേറ്റിലാണ് സംഭവിക്കുന്നത്. 21% തമിഴ്നാട്ടിൽ നിന്ന്. വെറും 14% നമ്മൾ ആലോചിക്കണം. 14.8 എന്ന് പറഞ്ഞാൽ 15 കൂട്ടിക്കോളൂ. മൊത്തം നടക്കുന്ന കച്ചവടത്തിന്റെ 1/7 നമ്മൾ ചെയ്യണം. 1/7. സൗത്തിൽ നടക്കുന്ന മൊത്തം കച്ചവടത്തിന്റെ 1/7 മാത്രം നമ്മുടെ മാർക്കറ്റ് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. ടെക്നോളജിയിലാണെങ്കിലും അഭ്യസ്ത വിദ്യയിലാണെങ്കിലും ഇവിടുത്തെ മറ്റു വ്യവസായങ്ങളില്ലായ്മയും ഒക്കെ നമ്മളെ ബാധിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര സ്കോപ്പാണുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അനുപാതം ഇത് സ്ത്രീകളുടെയാണ്. 49, 47, 44, 37, 44, ഇതാ ഇപ്പൊ 48%. അതായത് ഇപ്പൊ സ്ത്രീകൾ പിന്നെ കയറി വന്നു. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആൾക്കാര്. ഏത് പ്രായത്തിലുള്ളവരെ ഏറ്റവും കൂടുതലുള്ളത്? 18 മുതൽ 24 വരെയുള്ളവരിൽ മൊത്തം നമ്മൾ കണ്ടല്ലോ 93 ലക്ഷത്തോളം ആൾക്കാരുണ്ടെന്ന്. 93 ലക്ഷം ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് 35-നും 44-നും ഇടയിലുള്ളവരാണ്. 30%. 45-നും 54-നും ഇടയിൽ 20%. 25-നും 34-നും 23%. ചുരുക്കത്തില് ഇതിന്റെ ഒരു 75% ആൾക്കാരും 25 മുതൽ 55 വയസ്സ് വരെയുള്ള ആൾക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവരാണ് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളുള്ളവരും എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ 11ാമതായിട്ട് നിൽക്കണമെന്ന് ഓർക്കണം കേട്ടോ. വളരെ പുറകിലാണ്. നമ്മുടെ മുമ്പിലുള്ള രാജ്യങ്ങള്: 1 അമേരിക്ക, 2 ജർമ്മനി, 3 ചൈന, 4 കൊറിയ, 5 മലേഷ്യ, 6 ജപ്പാൻ, 7 ബ്രസീൽ, 8 മെക്സിക്കോ, 9 ഫ്രാൻസ്, 10 തൈവാൻ, ഇന്ത്യ. ഇവിടേക്കുള്ള നമ്മളെ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ പോപ്പുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പോപ്പുലേഷൻ എവിടെ കിടക്കണം എന്റെ സുഹൃത്തുക്കളെ? ഇപ്പൊ നിയമപരമായിട്ട് എല്ലാ തരത്തിലുള്ള എന്താ പറയാ സംരക്ഷണവും കിട്ടി, ഗവൺമെന്റിന്റെ പ്രോത്സാഹനം കിട്ടി, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത്
നാട്ടുനടപ്പുള്ള വിലക്ക് വാങ്ങിച്ച് ഒടുക്കത്തെ പൈസ വരുമാനമായിട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആരാ അത് വേണ്ടെന്ന് നോക്കി? ഇന്നല്ലെങ്കിൽ നാളെ ഇത് വളരുന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? ആരോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ ഡിജിറ്റൽ പെനിട്രേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ 80 കോടി ജനങ്ങളാണെന്ന് മൊബൈൽ വഴി പല കാര്യങ്ങളും വാട്സപ്പ് ആണെങ്കിലും സൂം ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹൈബ്രിഡ് മോഡലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഡിജിറ്റൽ ടൂളും പേഴ്സണൽ റിലേഷൻഷിപ്പും, ഹൈ ടച്ചും ഹൈടെക്കും വേണം. അതിന്റെ ഒപ്പം ഹൈ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഊഷ്മളത, അവരെ സ്പർശിക്കല്, കെട്ടിപ്പിടിക്കല്, നേരിട്ട് ചായ കൊടുക്കല്, ഒരുമിച്ചിരിക്കല്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യല്, ഒരുമിച്ച് യാത്ര ചെയ്യല്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കല്, ഒരുമിച്ച് കിടന്നുറങ്ങല്, ഭക്ഷണം പങ്കുവെക്കല്, സൗഹൃദം പങ്കുവെക്കല്, ഫിസിക്കലായിട്ട് കെട്ടിപ്പിടുത്തം, ഫിസിക്കലായിട്ടുള്ള ഷേക്ക് ഹാൻഡ്, ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് എല്ലാ കാലത്തും ഉള്ളത്. ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും. അതിന്റെ കൂടെ ടെക്നോളജി കൂടി, ആ റൈസിങ് ഡിജിറ്റൽ പെനിട്രേഷൻ കൂടി വരുമ്പോ ഭയങ്കര അഭൂതപൂർവമായ വളർച്ചയുണ്ടാവും മോനെ. ഗ്രോയിങ് റെഫറൻസ് ഫോർ ട്രസ്റ്റ് ബേസ്ഡ് കോമേഴ്സ്. വെറും ആൾക്കാർ പരസ്യം കൊണ്ട് വീഴുന്ന കാലം കഴിഞ്ഞു. നമുക്ക് വിശ്വാസമുള്ള ആളുകൾ പറയുന്നത് കേട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ അത് ചെയ്യണമെങ്കിൽ ഞാനും ചെയ്യാം, നീ അത് മേടിക്കണമെങ്കിൽ ഞാനും മേടിക്കാം, നീ ആ ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഞാനും ഉപയോഗിക്കാം, നീ നിനക്ക് ഗുണം കിട്ടിയെങ്കിൽ ഞാനും ഗുണം കിട്ടി. ഇങ്ങനെ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോലി ആളുകൾക്ക് മടുപ്പായി തുടങ്ങി. ഒരു ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുതൽ ആളുകളും ജോലിക്കാരാന്നല്ല, കൂടുതൽ ആളുകളും സംരംഭകരാവാണ്. അപ്പൊ എപ്പോഴും ലോ റിസ്ക് ആയിട്ടുള്ള, റിസ്ക് ഇല്ലാത്ത, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, രാവിലെ 10 തൊട്ട് 5 വരെ കഷ്ടപ്പെടേണ്ടാത്ത, ആരെങ്കിലും മുമ്പിൽ ഉളുങ്ങണ്ടാത്ത, സ്വാതന്ത്ര്യമോഹികളായിട്ടുള്ള ആളുകളുടെ എണ്ണം സാമ്പത്തിക വ്യവസ്ഥിത കൂടുമ്പോ, നമ്മുടെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമ്പോ സ്വാതന്ത്ര്യമോഹികളുടെ എണ്ണം കൂടുകയും സ്വാഭാവികമായിട്ടും ജോലിയുടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടന്ന് സ്വതന്ത്രമായി ശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന മൈക്രോ എന്റർപ്രണേഴ്സ് വളരെയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ മൈക്രോ എന്റർപ്രണർ, കാരണം ഇതിനകത്ത് ഒരു പോലും മുടക്കണ്ട എന്നുള്ളതുകൊണ്ട് ഏത് സാധാരണക്കാരനും കടന്നു വന്ന് ചെക്ക് ചെയ്യാവുന്ന ഒരു മൈക്രോ എന്റർപ്രന്യൂറൽ മോഡലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത്രയും സാധ്യതയുള്ള വേറൊരു കമ്പനി, വേറൊരു വ്യവസായവും സാധാരണക്കാർക്കില്ല. ഇപ്പൊ പ്രൈമറി സെയിൽസ് ചാനൽസ് യൂസ് ബൈ ഡയറക്ട് സെല്ലേഴ്സ് ടു ഡ്രൈവ് സെയിൽസ്. എന്തൊക്കെയാണ് ചെയ്യാറ്? വാട്സപ്പ് വഴി, അതുപോലെ വീടുകളിലെ ഡെമോൺസ്ട്രേഷൻ വഴി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് 69% ഉണ്ടായിരുന്നു, ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ, ഇപ്പൊ ഞാൻ ഇത് 2024 മോഡലാണ്. ഈ ചെറിയ കളറിൽ, പച്ച കളറിൽ 2024 ട്രെൻഡ് മാറിയതായി കാണുന്നത്. പണ്ട് 62% പേരാണ് വാട്സപ്പ് വഴി ആൾക്കാരെ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ 69%. അതായത് ഈ ട്രെൻഡ് ബെറ്റർ ആയി തുടങ്ങി. ഈ വർഷമായപ്പോഴേക്കും കൂടുതൽ ആളുകൾ, 7% കൂടുതൽ ആളുകൾ വാട്സപ്പ് മുഖേന ആളുകളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അതുപോലെ വീടുകളിൽ 76% ഹോം മീറ്റിംഗ് ഉണ്ടായിരുന്നു, കുറഞ്ഞ 65 നോക്കൂ, കണ്ടോ? അതായത് ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം കുറഞ്ഞു, അതേസമയം വാട്സപ്പ് വഴിയുള്ള ടെക്നോളജി വഴിയുള്ള ആളുകളുടെ എണ്ണം കൂടി. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 55% എന്നുള്ളത് 57%, 2% കൂടി ഈ വർഷമായപ്പോഴേക്കും. 50%-ലുണ്ടായിരുന്ന ടെലിമാർക്കറ്റിംഗ്, ഫോൺ കോൾഡ് കോൾസ് ഒക്കെ 51 മാറി. കമ്പനിയുടെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പിലൊക്കെ വെറും 25% പേരെ പോയിരുന്നു. ഇപ്പൊ 38% പേരും കമ്പനിയുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പൊക്കെ കണ്ടും ഈ ലീഡർമാരെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ഫേസ്ബുക്കിൽ പോയും അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയും ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ശ്രമമൊക്കെ ഇപ്പൊ വളരെ കൂടി. ഇമെയിൽ മാർക്കറ്റിംഗ് പണ്ട് 3% 2024, ഇപ്പോ 13% ഇമെയിൽ മാർക്കറ്റിംഗിൽ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ ആ ട്രെൻഡ് നോക്കൂ, ടെക്നോളജി സൈഡിലേക്ക് പതുക്കെ പതുക്കെ മാറുകയാണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ടെക്നോളജിയിൽ ഒരു ഫേസ്ബുക്കും ഇല്ല, വാട്സപ്പും ഇല്ല, യൂട്യൂബും ഇല്ല, ഒരു മണ്ണാങ്കട്ട ഇല്ലെങ്കിൽ നിങ്ങളെ ശിലായുഗക്കാരനായിട്ട് കണക്കാക്കണ ഒരു കാലം വിദൂരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് സാധനങ്ങൾ മേടിക്കുന്നതിന് ആൾക്കാരെ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, കമ്പനി വെബ്സൈറ്റ്, അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ, ഡയറക്ട് സെല്ലർ, ഇങ്ങനെയാണ് ഇതിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വഴിയാണ് ആളുകൾ ഇന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കണ്ടോ? ഒരു സെയിൽസ് പേഴ്സണിൽ നിന്ന് ട്രസ്റ്റഡ് അഡ്വൈസറിലേക്ക് മാറ്റം വളരെ പ്രകടമായി വന്നു തുടങ്ങി. അതായത് ആൾക്കാർ വാങ്ങാനുള്ള കാരണങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രാൻസ്പെറൻസി ആൻഡ് ഓണസ്റ്റി ഇൻ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും പങ്കുവെക്കുന്നതിന്റെ പേരിലാണ് 64% വാങ്ങുന്നത്. പോസിറ്റീവ് റിവ്യൂസ് ഓർ ടെസ്റ്റിമോണിയൽസ്, മറ്റുള്ള കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റിമോണിയലും അതിന്റെ സാക്ഷ്യപത്രങ്ങളും കണ്ടിട്ടാണ് അതാണ് രണ്ടാമത്തെ ഫാക്ടർ സാധനങ്ങൾ വാങ്ങാനുള്ള ആദ്യത്തെ കാരണം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാരണം ഇതാണ്. മൂന്നാമത്തെ കാരണം ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസ് ഓഫേർഡ്. ഈ ശരിയായ ക്വാളിറ്റിയും കാര്യങ്ങളും പ്രൊഡക്റ്റിനും സർവീസിനുള്ള അനുസരിച്ചിട്ടാണ് അത് വരുന്നത്, വാങ്ങുന്നത്. അതുപോലെ
ഈ പറയുന്ന ആൾക്ക്, സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ പ്രൊഡക്റ്റ് നോളജ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. 55% ആളുകൾ അത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ വാങ്ങാൻ കാരണം അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തൊട്ട് താഴേക്ക് വരികയാണ്. അത് കഴിഞ്ഞോ, ക്ലിയർ പ്രൊഡക്റ്റ് പ്രൈസിങ് ആൻഡ് റിട്ടേൺ പോളിസീസ്. കറക്റ്റ് വിലക്കാണോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ വാങ്ങും. റിട്ടേൺ പോളിസി ഉണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ടുള്ള പ്രേരണയായി മാറി. എക്സ്പീരിയൻസ് ഓർ റെക്കമെൻഡേഷൻസ് ഫ്രം അതർ കസ്റ്റമേഴ്സ്. മറ്റുള്ള ആളുകളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതും നമ്മൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് 50%. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളുടെ പ്രസന്റേഷൻ സമയത്ത് പോലും നമ്മൾ ആദ്യം ചെയ്യുന്നത് സർവേ എടുക്കുന്നു, അവരുടെ താല്പര്യം ചെക്ക് ചെയ്ത്, താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ പ്രസന്റേഷന് വിധേയമാക്കുന്നു. അത് കഴിഞ്ഞ് ഉൽപ്പന്നങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് 2-3 ഉൽപ്പന്നങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അപ്പൊ തന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ വാങ്ങാനുള്ള റീസണിന്റെ ഏറ്റവും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ന്യൂ ലൈഫ് കമ്പനിയുടെ ഭാഗമായിട്ട് ഇത് വളരെ കാര്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ഈസി റിട്ടേൺ റീഫണ്ട് പ്രോസസ്സ്, പ്രൊഫഷണലിസം ഓഫ് ദ റെപ്രസെന്റേറ്റീവ്. നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്ത് വൃത്തിയായിട്ട് നമ്മുടെ ടാഗും വിസിറ്റിംഗ് കാർഡും ടീഷർട്ടും ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണലിസമായി. റെപ്യൂട്ടേഷൻ ഓഫ് ദ കമ്പനി ബ്രാൻഡ്. കഴിഞ്ഞ 19 കൊല്ലമായിട്ട് കമ്പനി ഉണ്ടാക്കിയെടുത്തുള്ള ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. മലേഷ്യയിലെ പ്രവർത്തനാനുമതി ലഭിച്ച ഏക ഇന്ത്യൻ കമ്പനി എന്നുള്ള ആ ഒരു അഭിമാനപുരസ്സരം നമുക്ക് ആൾക്കാരോട് പ്രസന്റ് ചെയ്യാവുന്ന ഒരു കാര്യം. കാരണം വളരെയധികം കർശനമായ നിയന്ത്രണങ്ങൾ, നിയമാവലികൾ ഉള്ള ഒരു രാജ്യത്ത് പോലും നമുക്ക് അനുവാദം കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മികച്ച രീതിയിലാണ് നമ്മുടെ എത്തിക്സും വാല്യൂസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മനസ്സിലാവും. അതുപോലെ അവൈലബിലിറ്റി ഓഫ് സപ്പോർട്ട് ഓർ ആഫ്റ്റർ സെയിൽ സർവീസ്. അതായത് ഒരു തവണ വിൽപ്പനയ്ക്ക് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവരെ ഫോളോ അപ്പ് ചെയ്തോ, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വാങ്ങാനുള്ള താല്പര്യത്തെ ശതഗുണീഭവിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ കൺസ്യൂമർ സൈഡിൽ നിന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ വാങ്ങി? 64% പേര് വാങ്ങിയത് സുതാര്യമായിട്ടും കൃത്യമായിട്ടുള്ള സത്യസന്ധവുമായിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഈ 64-ൽ നിന്ന് 61% പേര് പോസിറ്റീവ് റിവ്യൂ കാരനാണ്. 55% പേര് പ്രൊഡക്റ്റ് നോളജ്, നമ്മുടെ കൊടുക്കുന്ന ആളുടെ പ്രൊഡക്റ്റ് നോളജ് കാരനാണ്. 38% കമ്പനി റെപ്യൂട്ടേഷന്റെ കാര്യം കൊണ്ടാണ്. 26% സെയിൽസിന് ശേഷമുള്ള സർവീസിന്റെ കാര്യം കൊണ്ടാണ്. അങ്ങനെ പല കാര്യം കൊണ്ടാണ് വരുന്നത്. അപ്പോ കൺസ്യൂമർ ഡിസിഷൻ ഡ്രൈവ്സ്. അപ്പോ സ്ട്രോങ് കൺസ്യൂമർ എന്തുകൊണ്ടാണ് കൺസ്യൂമറിന്റെ അടുത്ത് പോയി ചെയ്തപ്പോൾ അവരെന്തുകൊണ്ടാണ് റേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരു സോളിഡ് റെപ്യൂട്ടേഷൻ ഫൗണ്ടേഷൻ ഉണ്ടാവണം. എന്താണ്? സ്ട്രോങ് ബേസ് ലൈൻ ട്രസ്റ്റ് ഇൻ ദ ആ കമ്പനിയിലുള്ള ട്രസ്റ്റ് ആണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്. ട്രാൻസ്പെറൻസിയും ഓണസ്റ്റിയും ആണ് ഏറ്റവും വലിയ കാര്യം. അതിനൊപ്പം തന്നെ ഈ പിയർ റിവ്യൂസ്, കൂടെയുള്ള ആളുകൾ അവരെപ്പോഴും ചെക്ക് ചെയ്യും ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ടാണ് ഇന്ന് പരമാവധി ആളുകൾ വാങ്ങുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിക്കോളൂ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺസ് ഫോർ ബിക്കമിങ് എ ഡയറക്ട് സെല്ലർ. ഒരു ഡയറക്ട് സെല്ലർ ആവാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഈ വ്യവസായത്തിൽ കടന്നു വരുന്നത്? പരമാവധി ആളുകൾ 42% ആളുകൾ കടന്നു വന്നത് ഒരു അഡീഷണൽ ഇൻകം കിട്ടാനുള്ള അവസരം എന്നുള്ള നിലയിലാണ്. 33% പേര് കടന്നു വന്നത് ഫ്ലെക്സിബിൾ ആണല്ലോ, എപ്പോഴും ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് 30% വന്നത്. 28% കടന്നു വന്നത് ഒരു എഫിഷ്യന്റ് വേ ടു ബിൽഡ് നെറ്റ്വർക്ക് ആൻഡ് സോഷ്യലൈസ് ചെയ്യാനുള്ള, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് പോകാനുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 28%. ഇങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാരും വന്നത്. പക്ഷേ അവിടെ നിലനിൽക്കാൻ കാരണം എന്താണെന്നുള്ളത് വേറെ കാര്യം. കടന്നു വരാനുള്ള കാരണങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? 42% വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 42% വന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു അഡീഷണൽ വരുമാനത്തിന് വേണ്ടി മാത്രമാണ് കടന്നു വന്നത്. പക്ഷെ എന്താണ് അവരെ നിലനിർത്തിയത് എന്നുള്ള ചോദ്യം വരികയാണ് കേട്ടോ. അതായത് വാട്ട് ഡ്രൈവ്സ് ഡയറക്ട് സെല്ലേഴ്സ് ടു സ്റ്റേ എൻഗേജ്ഡ്, മോട്ടിവേഷൻ ടു സ്റ്റേ ഇൻ ഡയറക്ട് സെല്ലിംഗ്. ഇതിനകത്ത് നിലനിൽക്കാനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടിയത്? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. 70% വന്നത് കാശുണ്ടാക്കാനാണെങ്കിലും 42% പേരും വന്നത് കാശുണ്ടാക്കാനാണെങ്കിലും ഭൂരിഭാഗം പേരും നിലനിന്നതിന്റെ കാരണം അവർക്ക് വ്യക്തിപരമായി കിട്ടിയ ട്രെയിനിങ്ങുകളും അവരുടെ സ്കില്ലിലെ ഡെവലപ്മെന്റും അവർക്ക് അത് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വളർച്ചയും ഒക്കെ അവരെ ഇതിനകത്ത് മത്ത് പിടിപ്പിച്ചതുകൊണ്ട് 5 പൈസ കിട്ടിയില്ലെങ്കിൽ പോലും ആളുകൾ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ നിലനിന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്.
എനിക്കൊരു 15 കൊല്ലത്തോളം ഇതിനകത്ത് പൈസയൊന്നും ഉണ്ടായില്ല, എന്റെ ശമ്പളത്തേക്ക് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ വരുമാനം ഇതിനകത്ത് ഉണ്ടായില്ല എങ്കിൽ പോലും എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും എന്റെ ജോലിയിൽ എനിക്ക് വളരെ പെട്ടെന്ന് പ്രൊമോഷൻസ് കിട്ടുകയും എന്റെ കൂടെയുള്ളവരെക്കാൾ വളരെ വ്യക്തമായ രീതിയിലുള്ള മുൻതൂക്കം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പെർഫോമൻസ് എനിക്ക് കാണിച്ചു കൊടുക്കാനും കഴിഞ്ഞത് ഈ വ്യവസായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്കിൽ ഡെവലപ്മെന്റും പേഴ്സണൽ ഗ്രോത്തുമാണ്. അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ഒടുവിൽ ഇത് വരുമാനം തന്നെങ്കിൽ പോലും 15 കൊല്ലത്തോളം ഒരു വരുമാനവും ഇല്ലാതെ, ഒരു വരുമാനം ഇല്ല എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടെങ്കിൽ പോലും ശമ്പളവുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചെറിയ വരുമാനവുമായിട്ട് പോലും ഞാൻ ഈ മേഖലയിൽ പിടിച്ചു നിന്നത് എന്റെ ശമ്പളമുള്ള ജോലിയിലെ പ്രൊമോഷൻസും എന്റെ ഇൻസെന്റീവ്സും എന്റെ പെർഫോമൻസിനും ഒക്കെ ഈ ഇൻഡസ്ട്രി ഗുണം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം നിലനിൽക്കാൻ കാരണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ് ആണ്. സ്വന്തം കാലുകൾ നിന്നിട്ട് ചെയ്യാം, സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിലനിന്നത്. വന്നത് കാശുണ്ടാക്കാനാണ്. ഏറ്റവും കൂടുതൽ നിലനിന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത് ഇത് സ്വന്തം കാര്യം, സ്വന്തം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് ആരോടും ചോദിക്കേണ്ട ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. മൂന്നാമത്തെ കാര്യം വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾ. എന്തുകൊണ്ട് ആളുകൾ പിടിച്ചു നിന്നത്? സ്വതന്ത്രമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള സന്തോഷം, ആ സുഖം വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് പിടിച്ചു നിന്നു. മറ്റൊന്ന് വീട്ടിന്റെ സൗകര്യത്തിൽ നിന്നുകൊണ്ട്, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഒരു പക്ക എന്താ പറയാ ഹോം സിക്നെസ് ഉള്ള ആളാണ്. എന്റെ വീട്ടിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ എന്റെ വീട്ടുകാരുടെ ഒപ്പം എന്റെ നാട്ടിലൊപ്പം അതാണ് എന്റെ ഒരു ആഗ്രഹം. എന്റെ രാവിലെ എണീക്കുമ്പോ വെങ്കടേശ് സുപ്രഭാതം കേട്ട് എണീക്കുക, നമുക്ക് അത് ഭയങ്കര ഒബ്സഷനാ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റി ഇവിടെ തന്നെ നിന്നുകൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇതിനകത്ത് വന്നത്. ചുരുക്കത്തില് വരാനുള്ള റീസൺ അല്ല നമ്മളെ പിടിച്ചു നിർത്തിയത്. കൂടുതൽ കാശിനാക്കി വരാമെന്നെങ്കിൽ 70% ആൾക്കാരും പേഴ്സണൽ ഗ്രോത്തും സ്കില്ലിനും വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് വലിയൊരു തിരിച്ചറിവാണ്. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അതൊരു തിരിച്ചറിവാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ കറന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് സപ്പോർട്ട് പ്രൊഡക്ട് നോളജിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. 76 ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷങ്ങളിൽ പ്രൊഡക്ട് നോളജിനാണ് കാര്യങ്ങൾ കൂടുതൽ. 76%, നെറ്റ്വർക്കിങ്ങിന് 54%, സെയിൽസ് ടെക്നിക്കിന് 50%, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് 41%, യൂസേജ് ഓഫ് ഡിജിറ്റലിന് 40%, ഡിജിറ്റൽ പേയ്മെന്റ് ഗേറ്റ് വേയ്സൊക്കെ വെറും 26% ആയിരുന്നെങ്കിൽ ഇപ്പൊ നോക്കൂ നിങ്ങൾ, അഡ്വാൻസ്ഡ് ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ ടൈപ്പ്. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ പറയും ഫേസ്ബുക്കിൽ ഇടൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ അഡ്വർടൈസിംഗിന് 40% ട്രെയിനിങ് ആവശ്യമുണ്ട്. ഇവിടെയാണ് ട്രെയിനിങ് റിക്വയർമെന്റ് കൂടുതൽ കിടക്കുന്നത്. ടീം ബിൽഡിങ്ങിനും ലീഡർഷിപ്പിനുമാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഡിജിറ്റൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റിനും ടീം ബിൽഡിംഗ്. അതുകൊണ്ടാണ് ടൈഗർ പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ വെക്കുന്നത്. സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങൾ നിങ്ങൾ സംസാരിക്കേണ്ട സ്ക്രിപ്റ്റുകൾ ഉൾപ്പെടെ തയ്യാറാക്കി തന്ന് നിങ്ങളെ കൊണ്ട് വായ കൊണ്ട് ഉരുട്ടി നാക്കിൽ ഉരുളണ പോലെ ആക്കുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ ടീം ബിൽഡിങ്ങിനും ലീഡർഷിപ്പിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ടൈഗർ പ്രോഗ്രാമിന് പ്രാധാന്യമുണ്ട്. 300 മൂവി മനസ്സിലാക്കി അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ പ്രാധാന്യമുണ്ട്. അയൺ വിൽ എന്ന് പറഞ്ഞ മൂവി മനസ്സിലാക്കി അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ പ്രാധാന്യമുണ്ട്. അപ്പൊ 80% ട്രെയിനിങ് എങ്ങനത്തെ വേണം ഇനി മുതല്? ഡിജിറ്റലായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ളതും ടീം ഉണ്ടാക്കാനും അതിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കാനും. അതിനാണ് റൂബിയാവ് 90 ദിവസത്തിനുള്ള ആവ് എന്നൊക്കെ ഞാൻ നിലവിളിക്കുന്നതിന്റെ കാരണം അതാണ്. പേഴ്സണൽ ബ്രാൻഡിങ്, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗിന് 37%. ആലോചിച്ച് നോക്കൂ, ഇത് സോഫ്റ്റ് സ്കിൽ ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് 33%, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 21%. ഞാൻ പറയാറില്ല എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആണ്. ടാക്സ് ആൻഡ് GST കോംപ്ലയൻസ് 17%. നിങ്ങളെ ഗ്രോസിലല്ല നെറ്റിലാണ് ടാക്സ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വലിയൊരു ടാക്സ് അഡ്വാൻറ്റേജ് കിടപ്പുണ്ട് ഈ ബിസിനസ്സിൽ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്ന കാലങ്ങളിൽ പ്രൊഫഷണൽസിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പറ്റിയൊരു ടീമിന്റെ ഭാഗമായിട്ടും പറ്റിയൊരു ലീഡറിന്റെ ഭാഗമായിട്ടൊക്കെ നീങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കാടന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ എവിടെയാണെന്നുള്ളതാണ്. നിങ്ങളെ അസോസിയേറ്റ് ചെയ്യുന്ന ടോപ്പ് 5 ആൾക്കാരെ അതിന്റെ ആവറേജ് ആയിരിക്കും നിങ്ങൾ. ഒരു സംശയം വേണ്ട കാര്യം. നിങ്ങൾ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും. അതിന്റെ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ, അതിന്റെ ശമ്പളമായിരിക്കും നിങ്ങളുടെ, അതിന്റെ വരുമാനമായിരിക്കും നിങ്ങളുടെ കാര്യം. അത് സംശയമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ IDSA നമുക്ക് തന്നിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇത് വലിയൊരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചോളൂ. കാരണം 96-ൽ തുടങ്ങിയ ആ കാലം മുതൽ ഇന്ന് വരെയുള്ള ഈ 30 വർഷത്തെ വളർച്ച പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി വരുന്ന കാലങ്ങളിലും വളരെ അത്ഭുതകരമായിട്ടുള്ള വളർച്ച ഈ വ്യവസായത്തിന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രെഡിക്റ്റബിൾ ഫ്യൂച്ചർ ആണുള്ളത്. കറക്റ്റ് സമയത്താണ് വന്നിട്ടുള്ളത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത്
കറക്റ്റ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് അടുത്ത സമയം വിനിയോഗിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.